ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയൊരു വാർത്ത വരുന്നു. കൊല്ലത്ത് മീൻ വിഭവങ്ങൾ കഴിച്ചതിനു പിന്നാലെ 2 പേർ മരിച്ചു എന്നൊരു വാർത്ത. പ്ലാച്ചിയോട് കുന്നിൽ വീട്ടിൽ റഷീദ ബീവി, മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെത്തി ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഇവർ ഭക്ഷണം കഴിച്ചിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ആദ്യം നിലമേലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. ഗുരുതരമായതോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. റഷീദ ബീവി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും മരിച്ചു. ECGയിൽ പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് ഷാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും ഷാജി മരിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ. മരണം ഭക്ഷ്യവിഷബാധ മൂലമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. എന്നാൽ മരണകാരണം അലർജി എന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ. ജയശങ്കറും MG പ്രതീക്ഷും ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ് ജയശങ്കർ. ഞെട്ടിക്കുന്ന വിവരമാണ്. അലർജി കാരണം മരിച്ചു എന്നുള്ളതാണ് ഡോക്ടർമാരുടെ ഒരു നിഗമനം. എന്നാൽ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത് മീൻ വിഭവങ്ങൾ കഴിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അത് വിഴിഞ്ഞത്തെ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു. അതിനെ തുടർന്നാണ് ഈ ഭക്ഷ്യവിഷബാധ എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണെന്നാണ് നമുക്കിപ്പോൾ നമ്മൾ ഊഹിക്കേണ്ട, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഈ ഭക്ഷണം കഴിച്ചതിലെ അലർജി എന്ന് ആണ് പറയുന്നു. എന്നാൽ ബന്ധുക്കൾ പറയുന്നത് ഭക്ഷ്യവിഷബാധ എന്നാണ്. എപ്പോഴാണ് ഈ സംഭവം നടന്നത് ജയശങ്കർ? ഡോക്ടർ അരുൺ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ കുടുംബം വിഴിഞ്ഞത്ത് ചെല്ലുകയും അവിടെ നിന്ന് ഈ മത്സ്യവിഭവങ്ങൾ കഴിക്കുകയും ചെയ്യുന്നത്. 5 അംഗ കുടുംബമാണ് ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് പോയി മത്സ്യവിഭവം കഴിച്ചത്. കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങിയത്. ഈ 5 അംഗ കുടുംബത്തിലെ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങിയത്. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഛർദിയും മറ്റും ഉണ്ടായി. പിന്നാലെ നിലമേലൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. പിന്നീട് കാര്യങ്ങൾ ഗുരുതരമാണ് എന്ന് കണ്ടതോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. റഷീദ ബീബി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും മരിച്ചു എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ ECGയിൽ പ്രശ്നങ്ങൾ കണ്ടതോടെയാണ് ഈ ഷാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി മരണപ്പെടുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മരണപ്പെട്ട ആളുകൾക്ക് ഈ അലർജി പ്രശ്നങ്ങൾ, ഗുരുതര അലർജി പ്രശ്നങ്ങൾ ഉള്ളതാണ്. ഈ മീൻ കഴിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അലർജിയാണോ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ പോലീസൊക്കെ തന്നെ സംശയിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനുണ്ട്. കാരണം ഭക്ഷ്യവിഷബാധയാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരാനുണ്ട്. എന്തായാലും ഈ റഷീദ ബീബിയുടെ മകൻ സജി ഇപ്പോൾ നിലവിൽ ഈ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ ബന്ധുക്കളുടെ ആരോപണം മാത്രമാണ് നമുക്ക് വേണ്ടത്. ഡോക്ടർമാരുടെ പ്രതികരണമാണ്. ഞാനൊന്ന് ജയശങ്കർ ഒന്ന് പ്രതീക്ഷയിലേക്ക് പോയിട്ട് വരട്ടെ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ചില ഭക്ഷണ സാധനങ്ങളോടൊക്കെ ചിലർക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചതുമാകാം. പക്ഷേ 2 പേരും അവിടെ വിഴിഞ്ഞത്തൊരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷ്യവിഷബാധയെന്ന് ഉറപ്പിക്കാനായിട്ടില്ല. അലർജിയാണോ എന്നുള്ളൊരു കാര്യത്തിലൊരു സംശയമുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അല്ലേ പ്രതീഷ്? അരുൺകുമാർ, അത്തരത്തിലൊരു പ്രാഥമിക നിഗമനമാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രിയാണ് നിലമേലിലെ 5 അംഗ കുടുംബം വിഴിഞ്ഞത്ത് മീൻ വിഭവം കഴിക്കാൻ പോകുന്നത്. ചില മീനുകളൊക്കെ തന്നെ ഈ കുടുംബം കഴിച്ചിരുന്നു. ഈ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ആദ്യഘട്ടത്തിൽ ഈ മരിച്ച റഷീദ ബീവിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. അവർ കുഴഞ്ഞു വീണതിനെ തുടർന്ന് നിലമേലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ പ്രവേശിപ്പിച്ചു. ആ ഘട്ടത്തിൽ തന്നെ ഷാജിക്കും ദേഹാസ്വാസ്ഥ്യവും ഛർദിയും ഉണ്ടായി. തുടർന്ന് ഈ രോഗം ഗുരുതരമായി എന്ന് കണ്ട പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും റഷീദ ബീവിയുടെ മരണം സംഭവിച്ചിരുന്നു എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. ഷാജിയുടെ ആരോഗ്യ സ്ഥിതി പരിശോധിച്ചപ്പോൾ ECGയിൽ ചില പ്രശ്നങ്ങൾ കണ്ടു. അങ്ങനെ ഈ കൂടുതൽ ചികിത്സയ്ക്കായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും ഷാജിയുടെ മരണം സംഭവിച്ചു എന്നതാണ് ഡോക്ടർമാരും പറയുന്ന കാര്യം. ഈ ഷാജിയുടെ ഭാര്യയും 2 കുട്ടികളുമാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ICUവിലാണ്. പക്ഷേ അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി, ആരോഗ്യനില തരണം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. മറ്റ് 2 കുട്ടികൾക്കും കാര്യമായ പ്രശ്നങ്ങളില്ല. ഈ അലർജിയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക നിഗമനം ഡോക്ടർമാർ നൽകുന്നുണ്ട്. കാരണം ചില മീൻ കഴിക്കുമ്പോൾ ഈ അലർജി പ്രശ്നമുള്ളവർക്ക് അത് ചിലപ്പോൾ ഗുരുതരമാകാം എന്നുള്ള ഒരു വിവരമാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ആയിരിക്കാം അത്തരത്തിലൊരു ഗുരുതര സാഹചര്യത്തിലേക്ക് പോവുകയും അത് മരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ റഷീദ ബീവിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ
കോളേജിലാണ് ഉള്ളത്. ഷാജിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമുണ്ട്. ഇനിയും കുടുംബം ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ടോ അത് സ്ഥിരീകരിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. കുടുംബം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച ഇന്റിമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം ഫുഡ് സേഫ്റ്റി വകുപ്പും ഇത്തരത്തിൽ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇവർ മീൻ കഴിച്ച ഈ റെസ്റ്റോറന്റിൽ പോയി പരിശോധന നടത്തുകയും ആ റെസ്റ്റോറന്റിനെതിരെ പ്രാഥമികമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിരവധി ആളുകൾ കഴിക്കാൻ എത്തുന്ന ഒരിടം കൂടിയാണ് വിഴിഞ്ഞത്ത്. ധാരാളം ആളുകളാണ് മീൻ വിഭവങ്ങൾ പ്രതീക്ഷ. ഒരു സംശയം കൂടി പ്രതീക്ഷ ഉള്ളത്, അവിടെ നിന്ന് കഴിച്ച് ഇവർക്ക് മാത്രമാണ് നിലവിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊരു പക്ഷേ അലർജി ആകാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ, കാരണം മറ്റുള്ളവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ആളുകൾക്ക് ഈ ഭക്ഷ്യവിഷബാധ പടരേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഭക്ഷ്യവിഷബാധയാണെങ്കിൽ, അലർജി ആണെങ്കിൽ ഒരുപക്ഷെ ചിലർക്ക് ചില സാധനങ്ങൾ പിടിക്കണമെന്നില്ല, അതായിരിക്കാം കാരണം. പക്ഷെ അത് മരണം വരെ എത്തി എന്നുള്ളതാണ് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം. ഒരു കുടുംബത്തിൽ ഉള്ള 3-4 പേർ ഒരുമിച്ചാണ് പോയി ഭക്ഷണം കഴിച്ചത്, കുട്ടികളടക്കം, അല്ലേ? അരുൺകുമാർ, തീർച്ചയായും അതാണ് കാരണം. ധാരാളം ആളുകൾ കഴിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ്. ഇതുവരെയും അത്തരത്തിലൊരു പ്രശ്നം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പറയുന്നത് ഒരുപക്ഷെ അലർജി ആയിരിക്കാമെന്നതാണ്. കാരണം ഇത് കഴിച്ച ഉടൻ തന്നെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഇവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അലർജിയുടെ പ്രശ്നം ഉള്ളവരായിരിക്കാം എന്നതാണ് ഡോക്ടർമാരും അനുമാനിക്കുന്ന കാര്യം. എന്തായാലും നിലവിൽ അത്തരത്തിൽ കുടുംബം ആരോപിക്കുന്ന തരത്തിൽ ഭക്ഷ്യവിഷബാധ എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് ഡോക്ടർമാർ എത്തിയിട്ടില്ല. അതിന് ആധികാരികമായി കൃത്യമായ പരിശോധനകൾ ആവശ്യമാണ്. ആ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഡോക്ടർമാർക്ക് അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവർക്ക് എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഷാജിയെ തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പ്രായമുള്ള ഷാജിയുടെ ഉമ്മയ്ക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. പിന്നീടാണ് ഷാജിക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ഛർദിയും അനുഭവപ്പെടുന്നത്. ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോൾ ഷാജിക്ക് വലിയ രോഗം ഗുരുതരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാരുമായി ഒക്കെ തന്നെ സംസാരിച്ചിരുന്നു എന്നതാണ് കുടുംബം പറയുന്നത്. പക്ഷേ ECG എടുത്തപ്പോൾ ECGയിൽ വേരിയേഷൻ കണ്ടു. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മരണം സംഭവിച്ചു എന്നതാണ് വളരെ വേദനിപ്പിക്കുന്ന കാര്യം. പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക, കടൽ വിഭവങ്ങൾ സുരക്ഷിതം തന്നെയാണ്, മീൻ വിഭവങ്ങൾ സുരക്ഷിതം തന്നെയാണ്. ഇതേതെങ്കിലും തരത്തിലുള്ള അലർജി ആകാനാണ് സാധ്യതയെന്ന് ഡോക്ടർമാർ പറയുന്നതേ ഇപ്പോൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയൂ. നമുക്ക് കുറച്ച് സമയം കൂടി കഴിഞ്ഞ് അതിലൊരു വ്യക്തത വരട്ടെ, എന്താണ് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. ബന്ധുക്കളുടെ സംശയം ഭക്ഷ്യവിഷബാധയാണ്.